നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഒരു നഗരസഭയിലെ കൗൺസിലർ മാത്രമാണ് ആർ ശ്രീലേഖ. എന്നാൽ പഴയ പോലീസ് മേധാവി ആൾ പുലിയാണ്. ഇന്നിപ്പം CPM പാർട്ടിയെ തൻ്റെ ഉള്ളം കൈയിലിട്ട് ഞെരിച്ചുടയ്ക്കുന്ന ആർ ശ്രീലേഖയെ നമ്മൾ കാണുന്നു. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ആകെ കൈകാലിട്ടടിക്കുന്ന അവസ്ഥ. ആർ ശ്രീലേഖയ്ക്കെതിരെ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്നു. പരാതി ലഭിച്ചതിന് തൊട്ടു പിന്നാലെ വേണ്ട നടപടികൾക്കായി പോലീസ് മേധാവിക്ക് കൈമാറി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ശാസ്തമംഗലത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ അതിക്രമിച്ച് കയറിയ ആർ ശ്രീലേഖ എന്നാണ് പരാതി. ചുരുക്കത്തിൽ അതിക്രമിച്ച് കയറിയതിന് ശ്രീലേഖയ്ക്കെതിരെ കേസെടുത്ത് അവരെ അകത്താക്കാനുള്ള നീക്കം. അഭിഭാഷകൻ കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പെട്ടെന്ന് ഇടപെട്ടത്. തുടർന്ന് പോലീസ് മേധാവിയുടെ കയ്യിൽ പരാതി കിട്ടി. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ശ്രീലേഖയെ അടപടലം പൂട്ടുമോ എന്നൊക്കെ ഒരുപക്ഷെ BJP ഉറ്റുനോക്കിയിരിക്കാം. എന്നാൽ പോലീസ് മേധാവിക്ക് കാര്യം മനസ്സിലായി. ആർ ശ്രീലേഖ IPS അത്ര നിസ്സാരക്കാരിയല്ല. വെറുമൊരു കൗൺസിലറല്ല ആർ ശ്രീലേഖ. പണി പാഴ്സലായി ഇങ്ങോട്ട് വരുമെന്ന് മനസ്സിലാക്കിയ പോലീസ് മേധാവി ഈ പരാതിയിന്മേൽ നിയമോപദേശം തേടാൻ തീരുമാനിച്ചു. ഇവിടെയാണ് പോലീസ് മേധാവിക്ക് ലഭിച്ച നിയമോപദേശത്തിൻ്റെ പ്രസക്തി. കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് ഒരു കൗൺസിലർ എങ്ങനെ അതിക്രമിച്ച് കടക്കും എന്ന ചോദ്യം. ഇതോടെ പരാതി കെട്ടിപ്പൊക്കി കൊണ്ടുവന്നവർ ആകെ പണ്ടാരമണങ്ങി. കടുവയെ കിടുവ പിടിച്ച അവസ്ഥയിലായി അവർ. കോർപ്പറേഷൻ അപേക്ഷ നൽകി കൗൺസിൽ അംഗീകരിച്ച് രേഖാപരമായി അനുവാദം നൽകിയാൽ മാത്രമേ ശാസ്തമംഗലത്തെ കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ കാര്യാലയത്തിലെ കെട്ടിടത്തിൽ ശ്രീലേഖയ്ക്ക് ഓഫീസ് തുറക്കാൻ കഴിയൂ എന്നാണ് പരാതിക്കാരൻ്റെ വാദം. നഗരസഭ കൗൺസിലറായി ജയിച്ചതിന് തൊട്ടുപിന്നാലെ തനിക്ക് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് മുറിയുണ്ട് എന്ന് പറഞ്ഞ് അതിക്രമിച്ച് കയറുകയാണ് ശ്രീലേഖ ചെയ്തത് എന്നൊക്കെയാണ് പരാതിയിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ആകെ പരിങ്ങലിലായി പോലീസ് മേധാവിയും പോലീസ് സംവിധാനങ്ങളുമൊക്കെ. ഈ പരാതിയിൽ കേസെടുത്താൽ അതൊരു പക്ഷേ പല ചർച്ചകൾക്കും വഴിവെക്കും. വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയിലാകും. കോർപ്പറേഷൻ കെട്ടിടത്തിൽ കയറിയിരിക്കുന്ന VK പ്രശാന്തിനെ ഇറക്കിവിടാൻ കോടതിയെങ്ങാനും പറഞ്ഞാൽ ആകെ പെട്ടിയും കിടക്കയും എടുത്ത് VK പ്രശാന്ത് നടുറോഡിലൂടെ ഇറങ്ങി നടക്കുന്ന കാഴ്ച പാർട്ടിക്ക് അത് ദഹിക്കില്ല. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു നീങ്ങിയാൽ മതി എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുടർന്നിവരെ അറിയിക്കുന്നു. ചുരുക്കത്തിൽ കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് ആർ ശ്രീലേഖ അതിക്രമിച്ചു കയറി എന്ന് കുളത്തൂർ ജയ്സിംഗ് പറയുന്ന ആരോപണം നിലനിൽക്കില്ല. കോർപ്പറേഷൻ കൗൺസിലറായി ജയിച്ചതിന് തൊട്ടു പിന്നാലെ കൗൺസിലറുടെ ഓഫീസായി ഉപയോഗിക്കേണ്ട കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് ശ്രീലേഖ ചെന്നപ്പോൾ ആകെ അമ്പരന്ന് പോയി. അതിൻ്റെ താഴത്തെ നിലയിൽ നമ്മുടെ VK പ്രശാന്ത് അങ്ങനെ വലിയൊരു ഓഫീസൊക്കെ വെച്ച് വിശാലമായിരിക്കുന്നു. കയറി ചെല്ലുന്ന മുറി റിസപ്ഷൻ റൂമാക്കി മാറ്റിയിരിക്കുകയാണ് VK പ്രശാന്ത്. നല്ല കടാകടിയന്മാരായ 2 പേരെ അവിടെ ഓഫീസിൽ വാഴിച്ചിട്ടുണ്ട്. അകത്തെ മുറിയാണ് VK പ്രശാന്തിന്. VK പ്രശാന്തിൻ്റെ റിസപ്ഷൻ മുറി ഇരിക്കുന്ന പ്രത്യേകിച്ച് 2 വലിയ മേശകളുടെ ഇങ്ങേ അറ്റത്തൂടെ കഷ്ടിച്ച് 2 അടി വീതിയിൽ അകത്തേക്ക് കയറിയാൽ ഒരു കുടുസുമുറി. അവിടെയാണ് പഴയ BJP കൗൺസിലർ ചുരുണ്ടുകൂടിയിരുന്നത്. അദ്ദേഹം ഒരു പാപമായിരുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. എന്നാൽ ശ്രീലേഖയെ അങ്ങ് അകത്തെ ഈ കുടുസുമുറിയിൽ ഇരുത്തിയാൽ 2 CPMന് നേട്ടം. BJP കൗൺസിലറെ കാണാൻ വരുന്നവർ ആരൊക്കെ എന്ന് കൃത്യമായി നിരീക്ഷിക്കാം. മറ്റൊന്ന്, ശ്രീലേഖയ്ക്ക് അടുക്കലേക്ക് വരുന്നവരുടെ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. വരുന്ന വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ഗുണം ചെയ്യുമെന്ന് MLAയുടെ സംവിധാനം കണക്കുകൂട്ടി. VK പ്രശാന്ത് ഒഴിഞ്ഞു തന്നാൽ തനിക്ക് അവിടെ ഒരു ഓഫീസ് തുറക്കാമായിരുന്നു എന്ന് സഹോദരതുല്യമായ ഒരു അഭ്യർത്ഥന VK പ്രശാന്തിനുമേൽ ശ്രീലേഖ വയ്ക്കുന്നു. എന്നാൽ VK പ്രശാന്തിൻ്റെ പ്രതികരണം കേരളത്തെ അമ്പരപ്പിച്ചു. എനിക്കിറങ്ങാൻ മനസ്സില്ല എന്നാണ് VK പ്രശാന്ത്. ഇറക്കാമെങ്കിൽ ഇറക്കിക്കോ എന്ന ഭാവം. തുടർന്ന് തന്നെ ഇറക്കിവിടാൻ ശ്രമിച്ച ശ്രീലേഖയ്ക്കെതിരെ BJPക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ. എന്നാൽ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വലിഞ്ഞു കയറി MLA ഓഫീസ് വച്ചിരിക്കുന്ന VK പ്രശാന്തിനെ കേരളം എടുത്തുടുത്തു. തുടർന്ന് ഓഫീസ് കെട്ടിടത്തിലെത്തി ശ്രീലേഖ ഒരു കുടുസുമുറി മാധ്യമപ്രവർത്തകരെ കാട്ടിത്തരുന്നു. മുറിയെന്ന് പറയാൻ കഴിയാത്ത ചെറിയ ഒരിടം. ആത്മാർത്ഥതയുള്ള ജനസേവകയ്ക്ക് എവിടെയും പ്രവർത്തിക്കാം എന്ന് ശ്രീലേഖ പറഞ്ഞു. ജനസേവനം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നിരവധി പേർ ശ്രീലേഖയെ കാണാനുമെത്തി. ഭാരതാംബയുടെ ചിത്രം കസേരയിൽ വെച്ച് വിളക്ക് കൊളുത്തി ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. കഷ്ടിച്ച് 70-75 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരും. എന്നാൽ VK പ്രശാന്തിൻ്റെ ഓഫീസ് ഏകദേശം 350 സ്ക്വയർ ഫീറ്റിലേറെ വിസ്താരമുള്ള വലിയ ഓഫീസ്. കെട്ടിടത്തിന് ചുറ്റും ടൺ കണക്കിന് മാലിന്യം. ഏറ്റവും വിശേഷപ്പെട്ട ചില കാഴ്ചകളും അവിടെയുണ്ട്. മദ്യക്കുപ്പികൾ കൂന കൂട്ടിയിട്ടിരിക്കുന്നു. ഒരു പ്രത്യേക ബ്രാൻഡിൻ്റെ മദ്യക്കുപ്പികളാണ് അവിടെ അധികമുള്ളത്. ആരാണ് ആ മദ്യം ഉപയോഗിച്ചത് എന്നതിൽ നമുക്ക് വ്യക്തതയില്ല.
എങ്കിലും MLA ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായി അവിടെ മദ്യക്കുപ്പികൾ വരുമല്ലോ എന്ന് ചില അഭ്യുദയകാംക്ഷികൾ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ശ്രീലേഖ ആ ഓഫീസിന് ചുറ്റുമുള്ള മാലിന്യത്തിൻ്റെ കൃത്യമായ ഫോട്ടോകൾ നമ്മെ കാട്ടിത്തന്നു. കോർപ്പറേഷൻ കെട്ടിടം തന്നെയാണ്, അതും പഴയ CPMകാർ ഭരിച്ചിരുന്ന കോർപ്പറേഷൻ കെട്ടിടം. അതുകൊണ്ടാവാം മദ്യക്കുപ്പികളുടെയൊക്കെ വലിയ കൂമ്പാരം. ശാസ്തമംഗലത്തെ തൻ്റെ ഓഫീസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞ് ശ്രീലേഖ എല്ലാറ്റിനുമൊടുവിൽ ഫേസ്ബുക്കിലൊരു വീഡിയോ ഇട്ടു. 2 ദിവസം മുൻപ് ഞാൻ ചവറിൻ്റെ പ്രശ്നം പറഞ്ഞിരുന്നല്ലോ, എല്ലാം മാറി, ഞാനത് കാണിച്ചു തരാം, എല്ലാം കെട്ടിപ്പറക്കി വെച്ചിട്ടുണ്ട്. ഈ കുപ്പികളൊക്കെ ഇന്നലെ ആളുകൾ കുടിച്ചിട്ട് കൊണ്ടുവന്നിട്ടതാ, അതെല്ലാം പെറുക്കി ഒരു മൂലയിൽ വെച്ചു. എടുത്തു കളയാനുള്ള ചവറുകൾ വണ്ടിയിൽ കയറ്റി. ഒരു കോർപ്പറേഷനാകുമ്പോൾ ഇങ്ങനെ വേണം പ്രവർത്തിക്കാൻ. വളരെ നന്നായി വൃത്തിയാക്കി. VK പ്രശാന്ത് MLAയോട് ഓഫീസ് ഒഴിഞ്ഞു തരണമെന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടുവെങ്കിലും അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഇടതുപക്ഷം ഉപയോഗിച്ചു, പ്രത്യേകിച്ച് CPM. കോർപ്പറേഷനാണ് കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം MLAയ്ക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്നത്. മാർച്ച് വരെ കരാറുണ്ട്. പ്രശാന്ത് ഓഫീസ് ഒഴിയുന്നതുവരെ തൻ്റെ ഓഫീസ് ചെറിയ സ്ഥലത്ത് പ്രവർത്തിക്കുമെന്നും ഇപ്പോൾ ശ്രീലേഖ പറയുന്നു. ഇന്നലെ ഒരു 18ഓളം പേർ തന്നെ കാണാൻ വന്നു. അവരുടെയൊക്കെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്തു. VK പ്രശാന്ത് MLAയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഈ വിവാദം CPMും പിന്നീട് കോൺഗ്രസും ഒക്കെ ഏറ്റെടുത്തു. അപ്പോഴും BJP കട്ടയ്ക്ക് നിന്നു. തിരുവനന്തപുരം നഗരസഭയിൽ അത് വല്ലാത്തൊരു കോളിളക്കമുണ്ടാക്കി. കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട വലിയ വാടക കൊള്ളയുടെ കഥകളാണ് പിന്നീട് പുറത്തു വന്നത്. മേയർ VV രാജേഷ് ആവട്ടെ ഈ സംഭവത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിവിട്ടു. തിരുവനന്തപുരം നഗരത്തിൽ 100 കണക്കിന് കെട്ടിടങ്ങൾ കോർപ്പറേഷനുണ്ട്. പലതും അന്യായമായി പലരും കൈവശം വച്ചിരിക്കുന്നു. അതും തലമുറകളായി ചെറിയ വാടകയ്ക്ക്. കൃത്യമായി വാടക പോലും കോർപ്പറേഷന് കിട്ടുന്നില്ല. ഈ വാടക കൊള്ളയുടെ പിന്നാമ്പുറ കഥകൾ പുറത്തു വന്നതോടെ പല മാഫിയകളും നിലപ്പൊത്തി. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ശ്രീലേഖയെ അത്ര പെട്ടെന്നൊന്നും മുട്ടുകുത്തിക്കാൻ ഈ CPM സംവിധാനത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിക്രമിച്ചു കയറി എന്ന കേസൊന്നും അവിടെ നിലനിൽക്കില്ല. ആള് ശ്രീലേഖയാണ്, പഴയ റെയ്ഡ് ശ്രീലേഖ IPS. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.